അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയേക്കാൾ പ്രായം, ഫിഫയേക്കാൾ ചരിത്രവും പാരമ്പര്യവും. കറുപ്പും വെളുപ്പും കലർന്ന ജേഴ്സിയിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിനൊപ്പം പന്ത് തട്ടിയ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ വിസ്മൃതിയിലേക്ക് വീണ മുഹമ്മദൻസ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഐ ലീഗ് കിരീടം സ്വന്തമാക്കിയ മുഹമ്മദൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് യോഗ്യതയും നേടിയിരിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വെറുമൊരു ക്ലബ്ബല്ല മുഹമ്മദൻ സ്പോർട്ടിംഗ്. മുഹമ്മദൻസിന്റെ ചരിത്രം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം കൂടിയാണ്. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് കൽക്കട്ട ലീഗിലും ഡുറൻ കപ്പിലും ജേതാക്കളാവുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്, വിദേശ മണ്ണിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ടീം, യൂറോപ്യൻ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യക്കാരനായ മുഹമ്മദ് സലീമിനെ സംഭാവന ചെയ്ത ടീം. സമാനതകളില്ല മുഹമ്മദൻസിന്റെ നേട്ടങ്ങൾക്ക്. കൊൽക്കത്തൻ ഫുട്ബോളിലെ കൊലകൊമ്പന്മാരായ മോഹൻ ബഗാനോടും ഈസ്റ്റ് ബംഗാളിനോടും പടവെട്ടിയാണ് മുഹമ്മദൻസിന്റെ നേട്ടങ്ങളെല്ലാം. 1887 തുടക്കം. നവാബ് അമീനുൽ ഇസ്ലാമിൻ്റെ കീഴിൽ ജൂബിലി ക്ലബ് എന്ന പേരിൽ, പിന്നീട് ക്രസൻറ്റ്, ഹമീദിയ എന്ന പേരുകൾ സ്വീകരിച്ചെങ്കിലും 1891 മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് എന്ന പേര് സ്വീകരിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ കൊൽക്കത്തയിലെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായിരുന്നു മുഹമ്മദൻസ് ക്ലബിന് പിന്നിൽ. എങ്കിലും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും മുഹമ്മദൻസിനൊപ്പം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ കളിക്കാർ മുഹമ്മദൻസിന്റെ സ്വന്തം താരങ്ങളായിരുന്നു. നേപ്പാൾ രാജകുമാരനാണ് മുഹമ്മദൻസിലെ ആദ്യ അമുസ്ലിം താരം. 60കൾ മുതൽ അമുസ്ലിം താരങ്ങൾ മുഹമ്മദൻസിൽ സ്ഥിര സാന്നിധ്യമായി. നിരവധി താരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ചു. ജംഷദ് നസീരിയെ പോലെയുള്ള ഒന്നാംകിട വിദേശ താരങ്ങളെ ഇന്ത്യയിൽ എത്തിച്ചു. 1960 ധാക്കയിൽ നടന്ന ആക്ക ഖാൻ ഗോൾഡ് കപ്പ് നേടി മുഹമ്മദൻസ് വിദേശ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്ബായി. 1934 ആദ്യ കൽക്കട്ട ലീഗ് കിരീടം. പിന്നീട് തുടർച്ചയായി 5 തവണയടക്കം 10 വട്ടം കൂടി ഈ നേട്ടം ആവർത്തിച്ചു. 5 IFA ഷീൽഡ്, 6 റൂവേഴ്സ് കപ്പ്, 4 DCM ട്രോഫി, ഫെഡറേഷൻ കപ്പും ഡ്യൂറൻ കപ്പും 2 തവണ വീതവും മുഹമ്മദൻസിന്റെ ടെൻറ്റിലെത്തി. കേരളത്തിനും മുഹമ്മദൻസുമായി അഭേദ്യ ബന്ധമാണുള്ളത്. ഒരു കാലത്ത് കൊൽക്കത്തൻ ഫുട്ബോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് മുഹമ്മദൻസിലൂടെയായിരുന്നു. സെയ്ദ് നാഗ്ജി ട്രോഫിയിൽ മുഹമ്മദൻസിന്റെ കളി കാണാൻ കോഴിക്കോട്ടേക്ക് ഫുട്ബോൾ പ്രേമികൾ ഒഴുകിയെത്തിയത് പ്രേംനാഥ് ഫിലിപ്പിന്റെ ഓർമ്മകളിൽ ഇപ്പോഴും നിറയുന്നു. മുഹമ്മദൻസിനോട് പ്രത്യേക സ്നേഹമായിരുന്നു മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക്. അവരിലൂടെയാണ് കളിയും ഗാലറികളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയത്. കോർണർ കിക്ക് എടുക്കാൻ പോലും പ്രയാസമുള്ള തരത്തിൽ ഗ്രൗണ്ടിൽ കാണികൾ നിറയുമായിരുന്നു. മുഹമ്മദൻസിലെ മലയാളി പെരുമ ക്ലബിനോളം തലപ്പൊക്കമുള്ളതാണ്. ഇതുകൊണ്ടുകൂടിയാണ് മലയാളികൾ മുഹമ്മദൻസിനെ നെഞ്ചിലേറ്റിയത്. സാക്ഷാൽ ഒളിമ്പ്യൻ റഹ്മാൻ മുഹമ്മദൻസിന്റെ പരിശീലകനായിരുന്നു. NT കരുണാകരനിൽ തുടങ്ങുന്നു മുഹമ്മദൻസിലെ മലയാളി മഹാത്മ്യം. പിന്നീട് മലയാളികൾ മുഹമ്മദൻസിന്റെ സ്ഥിര സാന്നിധ്യമായിരുന്നു. പാലക്കാട് മൂസ, സെയ്ദ് മുഹമ്മദ്, മുഹമ്മദ് കോയ, NM നജീബ്, മൊയ്തീൻ, പ്രേംനാഥ് ഫിലിപ്പ്, അസീസ്, ദിനകർ പ്രേമപ്പ, യു മുഹമ്മദ്, KV ധനേഷ്, നൌഷാദ്, ജസ്റ്റിൻ സ്റ്റീഫൻ, മുഹമ്മദ് മുനീർ, ഡെൻസൻ ദേവദാസ്, ഷൈജു, ഷമീൽ, ധനരാജൻ. മുഹമ്മദൻസിലെ മലയാളി പെരുമയുടെ ചില പേരുകൾ മാത്രമാണിത്. സുദീർഘ ചരിത്രത്തിൽ അസ്ഥിരത എന്നും മുഹമ്മദൻസിന്റെ കൂടപ്പിറപ്പായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മിക്കപ്പോഴും ക്ലബിനെ വലച്ചു. കളിക്കാരുടെ കൂട്ടായ്മയും സൗഹൃദവുമായിരുന്നു പലപ്പോഴും ക്ലബിനെ രക്ഷിച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.